എറണാകുളം ആർടിഒ ടി.എം. ജേഴ്സന്റെ കൊച്ചിയിലെ വീട്ടിലെ വിജിലൻസ് പരിശോധന പൂർത്തിയായി. ജേഴ്സൺ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന് വിജിലൻസ്. ഇയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. വീട്ടിലെ പരിശോധനയിൽ മദ്യവും 64,000 രൂപയും പിടിച്ചെടുത്തു. നവമി ദിനേശ് ചേരുന്നു. നവമി, പരിശോധനയിൽ വ്യക്തമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപർണ, ഇന്നലെ രാത്രിയാണ് ഈ പിടിയിലായ ആർടിഒ ജേഴ്സന്റെ വീട്ടിലെ ഒരു പരിശോധന വിജിലൻസിന്റെ ഭാഗത്തു നിന്നും നടത്തിയത്. ഇന്നലെ പിടിയിലായതിനു ശേഷം നടത്തിയ ഏകദേശം 20 മണിക്കൂർ നീണ്ടുനിന്ന പരിശോധനയ്ക്ക് ശേഷം ഇന്ന് രാവിലെയാണ് ഉദ്യോഗസ്ഥർ മടങ്ങിയത്. 50-ലധികം വിദേശ മദ്യക്കുപ്പികൾ, അതായത് വില കൂടിയ മദ്യക്കുപ്പികളാണ് അവിടെ നിന്ന് പിടികൂടിയത്. ഒപ്പം 64,000 രൂപയ്ക്കിലധികവും അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ റബ്ബർ ബാൻഡിലിട്ട നിലയിലാണ് ഈ പൈസ ചുരുട്ടി റബ്ബർ ബാൻഡിലിട്ടാണ് വീട്ടിൽ സൂക്ഷിച്ചിരുന്നതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ വരുമാനത്തിലധികം തുക ജേഴ്സൺ ഈ ജോലിയിൽ ഇരുന്നു കൊണ്ട് സമ്പാദിച്ചു എന്ന് വിജിലൻസിന് മനസ്സിലായിട്ടുണ്ട്. ഇതെല്ലാം കൈക്കൂലി വാങ്ങിയതാണോ എന്നൊരു സംശയമാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത്. ഇതിൽ ഇങ്ങനെ ഒരു അറസ്റ്റിലേക്ക് അല്ലെങ്കിൽ ജേഴ്സനെ പിടികൂടാനുള്ള ഒരു കാരണം ഒരു ബസിന്റെ പെർമിറ്റ്, താൽക്കാലിക പെർമിറ്റുമായി ബന്ധപ്പെട്ട്, അതായത് ഫോർട്ട് കൊച്ചി ചെല്ലാനം ഭാഗത്ത് ഓടുന്ന ഒരു സ്വകാര്യ ബസിന്റെ പെർമിറ്റുമായി ബന്ധപ്പെട്ട് ഈ ജേഴ്സൺ കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ളൊരു പരാതി ഈ ബസ് ഉടമ തന്നെ വിജിലൻസിന് നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്ന് കുറച്ചധികം നാളുകളായി ജേഴ്സൺ ഈ പോലീസിന്റെ, വിജിലൻസിന്റെ ഒരു നിരീക്ഷണത്തിലായിരുന്നു. അതിനിടെ ജേഴ്സണുമായി ഇടപാടുള്ള അല്ലെങ്കിൽ ഇടനിലക്കാരായി പ്രവർത്തിച്ച 2 പേരെയും വിജിലൻസ് ആദ്യം കസ്റ്റഡിയിലെടുത്തു. ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമാണ് ജേഴ്സണും ഇതിൽ പങ്കുണ്ടെന്ന് വ്യക്തമാകുകയും ചെയ്തത്. അതിനുശേഷമാണ് ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വിജിലൻസ് ഓഫീസിലാണ്. ഇവിടെ വിജിലൻസ് കസ്റ്റഡിയിലാണ് ഇപ്പോഴും. ഇവിടെയുണ്ട് ജേഴ്സണും ഒപ്പം ഇടനിലക്കാരായി പ്രവർത്തിച്ച 2 പേരും. ഇവരെ ഉടൻ തന്നെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു അത്. എറണാകുളത്തെ ആർടിഒ ആയ ജേഴ്സനെയാണ് ഈ കൈക്കൂലി കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നത്. അതായത് വീട്ടിൽ ഒരു മിനി ബാർ എന്ന് തന്നെ പറയാം, ആ രീതിയിലാണ് ഉണ്ടായിരുന്നത്. വിദേശ മദ്യങ്ങൾ, വില കൂടിയ വിദേശ മദ്യങ്ങളാണ് ആ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തത്. ഒപ്പം ചില സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട, ഈ ഭൂമി വാങ്ങിക്കൂട്ടിയതുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ രേഖകളും വിജിലൻസിന് കിട്ടിയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.